ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ NDA എക്സാമിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഫസ്റ്റ് പാർട്ട് എൻ്റെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. ഇത്തരത്തിൽ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം ഒന്ന് ഫോളോ ചെയ്യും. ഇൻസൈറ്റ് 360 യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീഡിയോയ്ക്ക് നോക്കാം. പരീക്ഷയുടെ പാറ്റേണും അതുപോലെ സിലബസിനെയും കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോനകത്ത് പറയുന്നത്. ഇപ്പോൾ NDA തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു 900 മാർക്കിൻ്റെ റിട്ടേൺ ടെസ്റ്റും 900 മാർക്കിൻ്റെ SSB ഇൻ്റർവ്യൂ ആണ് ഉൾപ്പെടുന്നത്. അങ്ങനെ ടോട്ടൽ മാർക്ക് 1800 വരുന്നത്. അപ്പം പരീക്ഷ ടോട്ടൽ നമുക്ക് ഓരോ കാറ്റഗറിക്കും എത്ര അവേഴ്സാണ്, എത്ര ക്വസ്റ്റ്യൻസ് ആണ്, എത്ര മാർക്കാണെന്നുള്ളത് നോക്കാം. മാത്തമാറ്റിക്സിന് 2.5 മണിക്കൂറാണ് എക്സാമിന് വരുന്നത്. ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻസും പരമാവധി മാർക്ക് 300 ആണ് വരിക. അതുപോലെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഇതിനകത്ത് 2.5 മണിക്കൂർ തന്നെയാണ് ഡ്യൂറേഷൻ. 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 50 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും 100 ക്വസ്റ്റ്യൻസ് പൊതുവിജ്ഞാനമായിരിക്കും വരിക. അങ്ങനെ ടോട്ടൽ 600 മാർക്കിനായിരിക്കും വരിക. അങ്ങനെ ടോട്ടൽ 5 മണിക്കൂറിൻ്റെ ഒരു എക്സാമാണ്. 270 ക്വസ്റ്റ്യൻസും 900 മാർക്കാണ് വരിക. മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. നിങ്ങൾക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷോ ഹിന്ദിയോ ഏത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ ശരി ഉത്തരത്തിന് 2.5 മാർക്കും തെറ്റുത്തരത്തിന് 0.83 മാർക്കുമാണ് കുറയ്ക്കുക. അതുപോലെ തന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റിനാണെങ്കിൽ ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് 1.33 മാർക്കാണ് കുറയ്ക്കുക. സിലബസ് എന്ന് പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ വരുന്നത് അൽജിബ്ര, മാട്രിക്സ്, അതുപോലെ മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, ട്രിഗണോമെട്രി, ഇൻ്റഗ്രൽ കാൽക്കുലേഷൻസ് ആൻഡ് ഡിഫറൻഷ്യൽസ് ഇക്വേഷൻസ്, വെക്റ്റർ അൽജിബ്ര, അനലിറ്റിക്കൽ ജോമെട്രി, 2D ആൻഡ് 3D, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. ഇത്രയും ടോപ്പിക്സുകൾ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റിനകത്ത് ഇംഗ്ലീഷിനകത്ത് വൊക്കാബുലറി, കോംപ്രിഹെൻഷൻസ്, അതുപോലെ പ്രിപ്പോസിഷൻസ് ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരും. അതുപോലെ പൊതുവിജ്ഞാനത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ സ്റ്റഡീസ്, ജനറൽ സയൻസ്, ജിയോഗ്രാഫി, കറണ്ട് ഇവൻറ്റ്സ് ഇതിനെക്കുറിച്ചിട്ടെല്ലാം നമുക്ക് ചോദ്യങ്ങൾ വരാനായിട്ട് ചാൻസസുകളുണ്ട്. അതുപോലെ നമുക്ക് SSB ഇൻ്റർവ്യൂ സെക്ഷനും 900 മാർക്കിനാണ്. ഈ ഘട്ടങ്ങളിലാണ് നമുക്ക് ഇൻ്റർവ്യൂസ് നടത്തുക. ഘട്ടം 1ഉം ഘട്ടം 2 ആയിട്ടാണ് നടത്തുക. അപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിൽ ഓഫീസർ ഇൻ്റലിജൻസ് റേറ്റിംഗ് ടെസ്റ്റും അതുപോലെ തന്നെ പിക്സഡ് നിങ്ങളുടെ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റുകളാണ് നടത്തുക. സെക്കൻഡ് സ്റ്റേജിൽ ഗ്രൂപ്പ് ടെസ്റ്റിങ്ങും ഓഫീസർ ടാസ്കുകളും സൈക്കോളജി ടെസ്റ്റുകളും കോൺഫറൻസ് എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ് ഈ ഇൻ്റർവ്യൂ സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഓരോ യോഗ്യതാ മാർക്കുകളും ഓരോ വിഷയത്തിനും നിർബന്ധമായിട്ടും 25% നിങ്ങൾ മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം. ഫൈനൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 900 മാർക്കിൽ നിന്നുള്ള എഴുത്തു പരീക്ഷാ മാർക്കിൻ്റെയും 900 മാർക്കിൽ നിന്നുള്ള SSB ഇൻ്റർവ്യൂ മാർക്കും ഉൾപ്പെടെ ആകെ 1800 മാർക്കിൽ നിന്നാണ് അന്തിമഘട്ട കട്ട് ഓഫ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ NDA പരിശീലനം ട്രെയിനിങ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ NDAയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റുകൾക്ക് സമഗ്രമായിട്ടുള്ള ഒരു പരിശീലനമാണ് നൽകുന്നത്. അക്കാദമിക് വിദ്യാഭ്യാസം, കായികക്ഷമത, അവരുടെ നേതൃത്വ പാഠവം എന്നിവയെല്ലാം വികസിപ്പിക്കുന്നതിനുള്ള ഒരു കഠിനമായിട്ടുള്ള പാഠ പദ്ധതി തന്നെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൻ്റെ ട്രെയിനിങ് സെക്ഷനൊക്കെ വരുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്ന പൂനെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് OBC വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് ജനറൽ കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ 100 രൂപയും SC ST വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഫീസ് അടയ്ക്കുന്നതിലും അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നത്. ഇതിനെക്കുറിച്ച് നെക്സ്റ്റ് ഒരു പാർട്ട് വീഡിയോ കൂടി വരുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് കാറ്റഗറീസിൽ, ഏതൊക്കെ കാറ്റഗറീസിൽ എത്രയൊക്കെ കാൻഡിഡേറ്റ്സിനെയാണ് ഇവർ എടുക്കുന്നത്, കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ പാർട്ട് 3 കൂടി ഒന്ന് വാച്ച് ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഡയറക്റ്റ്ലി ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.